ഹായ്, ഇത് ഞാൻ ഈ അടുത്ത് ഹൈദരാബാദ് പോയതിൻ്റെ വീഡിയോ ആണ്. ഞാൻ അവിടെ ചാർമിനാർ, ഗോൽക്കൊണ്ട ഫോർട്ട്, അതുപോലെ തന്നെ കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയുടെ എംബേഴ്സിൻ്റെ ടോംസ് ഉള്ള 7 ടോംസ് എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് പോയത്. അതുപോലെ നമ്മുടെ ചാർമിനാറിൽ ചെന്നപ്പോൾ ചാർമിനാറിൻ്റെ അടുത്ത് തന്നെ ഒരു മിലൻ ജ്യൂസ് സെൻ്റർ എന്ന് പറഞ്ഞൊരു ഷോപ്പ് കണ്ടിരുന്നു. അവിടുത്തെ തിരക്കണ്ടിട്ട് ഞങ്ങൾ അവിടെ നോക്കിയത്. അവിടെ സ്പെഷ്യലായിട്ട് മലായി സ്പെഷ്യൽ, അതായത് അവരുടെ തന്നെ മലായി സ്പെഷ്യലായിട്ടുള്ള മിലൻ സ്പെഷ്യലും അതുപോലെ തന്നെ ജാമുൻ മലായിയുമാണ് ഞങ്ങളവിടെ ഓർഡർ ചെയ്തത്. ഇത് കംപ്ലീറ്റ് വെണ്ണയിലാണ് ഉണ്ടാക്കിയത്. അതിൽ ജാമുൻ മലായി അത്രയധികം ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. ഒരു വളരെ പുളിപ്പൊക്കെ ആയിട്ട്, വെണ്ണയുടെ പുളിപ്പും അതുപോലെ തന്നെ മൾബറിയുടെ പുളിപ്പും കൂടി ആയതുകൊണ്ട് ജാമുൻ മലായി നല്ല പുളിയായിരുന്നു. മിലൻ സ്പെഷ്യൽ മലായി നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. ഫ്രൂട്ട് സലാഡ് പോലെയൊക്കെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അവിടെ നിന്ന് ബിരിയാണി കഴിക്കാൻ പോയിരുന്നു. ഹൈദരാബാദി ബിരിയാണി പാരഡൈസ് ഹോട്ടലിൽ നിന്നാണ് പോയത്. ഹൈദരാബാദിൽ ഫേമസ് ആയിട്ടുള്ളൊരു ബിരിയാണി സ്പോട്ടാണ് പാരഡൈസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗോൽക്കൊണ്ട ഫോർട്ടിൽ പോയി. ഗോൽക്കൊണ്ട ഫോർട്ടിൽ പോയപ്പോൾ അവിടെ ശരിക്കും ഒരു അമ്പലത്തിൻ്റെ ഒരു പ്രതിഷ്ഠ നടക്കുമായിരുന്നു. ഈ ഫോർട്ടിൻ്റെ മുകളിലൊരു ഭഗവതിയുടെ ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൽ പ്രതിഷ്ഠ മഹോത്സവം പോലെ ഒരു ഉത്സവം നടക്കുമായിരുന്നു. അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 7 ടോംസിലോട്ട് പോയി. 7 ടോംസ് ആക്ച്വലി കാണാൻ നല്ല ഭംഗിയാണ്. 7 ശവകുടീരങ്ങളുടെ, കുത്തബ് ഷാഹി ഡൈനാസ്റ്റിയിലെ ചക്രവർത്തിമാരുടെ ശവകുടീരങ്ങളും അതുകൂടാതെ തന്നെ കുറേ അധികം അത് കഴിഞ്ഞിട്ടുള്ള ആളുകളുടെയും ശവകുടീരങ്ങൾ അടങ്ങുന്ന ഒരു സ്ഥലമാണ് 7 ടോംസ്.